A place where tradition meets tomorrow. Get ready to explore the magic. ഹായ് ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എന്താണെന്നറിയോ? അപ്പം നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നൊരു ദുബായ് എക്സ്പ്ലോറിംഗ് വീഡിയോ ആണ്. അങ്ങനെ വലിയ എക്സ്പ്ലോറിംഗ് ഒന്നും ഇല്ല കേട്ടോ, പക്ഷെ അതിന് പകരം ഒരു ചെറിയ എക്സ്പ്ലോറിംഗ് എന്നാണ് പറയാം. അതായത് ഡേ 1 ഇൻ ദുബായ് നമുക്ക് പറയാം. അപ്പം ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റിൻ്റെ വിൻഡോ സൈഡിൽ ഇരുന്നുകൊണ്ടാണ് എൻ്റെ ഇൻട്രോ എടുക്കുന്നത്. ഇങ്ങനെ നല്ല അടിപൊളി ഫ്രെയിം അല്ലേ, എനിക്കിഷ്ടമായി കേട്ടാ. അതുകൊണ്ട് കേട്ടാ ഈ ഒരു ഫ്രെയിമിൽ ഇൻട്രോ എടുത്തത്. അപ്പം ബാക്കി വിശേഷം നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ഡ്രീം സിറ്റിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. യെസ്, ദുബായ്, ദ സിറ്റി വേർ ഡ്രീംസ് ടച്ച് ദ സ്കൈ. എൻ്റെ സ്കൂൾ ടൈം തൊട്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വൺസ് ഒന്ന് ദുബായിൽ വരണം എന്നുള്ളത്. ആ ആഗ്രഹത്തിന് ഒരു ചെറിയ കാരണം കൂടിയുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ഡാഡി ദുബായിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായത്. അപ്പോൾ 2-3 പ്രാവശ്യം ഡാഡി ഓഫർ തരുന്ന സമയത്തും മമ്മി ഓരോ കാരണങ്ങളാക്കിയിട്ട് ഇപ്പം വേണ്ട, പിന്നെ ആകട്ടെ എന്ന് വെച്ച് മാറ്റി മാറ്റി കൊണ്ടുപോയ ഒരു സിറ്റി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഡാഡി അവിടെ ഉള്ളവരും നമുക്ക് ദുബായ് കാണാൻ അവസരം കിട്ടിയില്ല. പിന്നെ ഡാഡി അവിടെ നിന്ന് മാറിയിട്ട് ഖത്തറിലേക്ക് മാറി കേട്ടോ ജോബ്. അപ്പോൾ പിന്നെ ദുബായിലേക്ക് പോകാനുള്ള ചാൻസും കുറഞ്ഞു തുടങ്ങിയെന്ന് വേണ്ടിയൊക്കെ പറയാം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായ ഒരു സ്ഥലമാണ് എനിക്കൊന്ന് ദുബായിൽ പോകണം. മെയിനായിട്ട് പോകാൻ ആഗ്രഹിച്ചൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ചിരിക്കും കേട്ടോ. എന്താണെന്നറിയോ, എനിക്ക് ഏറ്റവും കൂടുതൽ ദുബായിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ബുർജ് ഖലീഫയോ ദുബായ് ഫ്രെയിമോ ഗ്ലോബൽ വില്ലേജോ ഒന്നുമല്ല, വെറും ദുബായ് മോളായിരുന്നു കേട്ടോ. കാരണം എപ്പോൾ ഡാഡി ഓരോ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അധികം പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു പേരായിരുന്നു ദുബായ് മോൾ. പിന്നെ ഡാഡി പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരു മോൾ ദുബായ് മോൾ. അങ്ങനെ ദുബായ് മോളിനെ പറ്റി കേട്ട് എനിക്ക് കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ദുബായ് മോളായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായതെന്ന് വെച്ചാൽ ദുബായ് ഫ്രെയിമും, പിന്നെ വേണ്ടെങ്കിൽ ബുർജ് ഖലീഫ ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറയാം കേട്ടോ. പക്ഷെ എനിക്ക് 2 ആഗ്രഹങ്ങൾ ഉണ്ടായത്, ഒന്ന് മെയിനായിട്ട് ദുബായ് മോളും ദുബായ് ഫ്രെയിമും തന്നെയാണ്. ബാക്കിയൊക്കെ കാണാൻ പറ്റുന്നത് എന്താ പറയുക, ബോണസ് ആണെന്ന് വേണ്ടിക്ക് പറയാം. ഞാൻ റെഡിയായി എൻ്റെ ഫാമിലിയുമായിട്ട് ഇതാ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആക്ച്വലി നമ്മൾ പോകുന്നത് മെട്രോ വഴിയാണ്. ഇനി മെട്രോ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ക്യാബും കൂടി എടുക്കണം കേട്ടോ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക്. ഞാൻ എവിടത്തേക്കാണ് പോകുന്നതെന്നല്ലേ, ഈ ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബുർജ് ഖലീഫയാണെന്ന് അല്ലേ? അല്ല, എൻ്റെ വിഷ് ലിസ്റ്റിൽ സെക്കൻഡ് ലിസ്റ്റിലുള്ള സാധനം തന്നെ ഏതാണെന്ന് മനസ്സിലായോ? അതെ, ദുബായ് ഫ്രെയിം. അപ്പോൾ ദുബായ് ഫ്രെയിം കാണാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ മെട്രോ എന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ക്യാബ് പിടിച്ചിട്ട് ഇതാ ദുബായ് ഫ്രെയിമിൻ്റെ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. പുറത്തുനിന്ന് തന്നെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കിയാട്ടെ. ആക്ച്വലി എനിക്കിങ്ങനെ പുറത്തുനിന്ന് കണ്ടാൽ തന്നെ മതിയായിരുന്നു, അകത്തൊന്നും കയറാൻ പറ്റുമെന്ന് അറിയാൻ വരെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇതാ നമ്മളിത് അകത്തേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറാൻ പോകാമെന്ന് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ഒരിക്കലും ലൈഫിൽ കാണുമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല ഇത്. അപ്പം അവിടെ ആ സ്ഥലത്ത് എത്താനും അതുപോലെ ഈ ദുബായ് ഫ്രെയിം കാണാനും പറ്റിയാൽ തന്നെ ഞാൻ ഭയങ്കര എന്താ പറയുക ബ്ലെസ്ഡ് ആണെന്ന് വേണ്ടിക്ക് പറയാം കേട്ടോ. അതിൻ്റെ കൂടെ അതിൻ്റെ ഉള്ളിലും കൂടി കയറാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഇനി ഞാൻ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ചെറിയ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഇത് നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ് ദുബായ് ഫ്രെയിമിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. എന്തൊരു ലുക്കല്ലേ, പൊള്ളിയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ദുബായ് ഫ്രെയിമിൽ എത്തുന്ന ടൈം ഉച്ചയായത് കൊണ്ട് തന്നെ അധികം റഷൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ട് അത്ര കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മളിത് ലൈനിൽ നിൽക്കുകയാണ് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ദുബായ് ഫ്രെയിമിൻ്റെ താഴെ നിന്നിട്ട് എടുത്ത വീഡിയോ കേട്ടോ ഇത്. അതിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പുഴുക്കുട്ടികൾ നിൽക്കില്ലേ, ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയും വലിയൊരു ബിഗ് ഫ്രെയിം തന്നെയാണ്. അതിൻ്റെ മുമ്പിലായിട്ട് ദുബായ് ഫ്രെയിമിൻ്റെ മുമ്പിലായിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഫൗണ്ടൻസ് കാണാൻ പറ്റും കേട്ടോ. ഫൗണ്ടൻസ് അല്ല, ഫൗണ്ടൻ കാണാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മളിത് അകത്ത് കയറാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഫൗണ്ടൻ അവരോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടെ ലൈനിൽ നിൽക്കുന്ന ടൈം. ഇത്
പിന്നെ നമ്മൾ അകത്തേക്ക് എൻ്റർ ആയിട്ടുണ്ട്. എൻ്റർ ആയ ഉടനെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യും കേട്ടോ അവർ. കാരണം നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ മുമ്പിൽ നിന്ന മാതിരി ഒരു ഫോട്ടോ നമുക്ക് അവർ തന്നെ അവിടെ നിന്ന് എടുത്തു തരും. നമ്മൾ ഉള്ളിൽ കയറിയ പാടത്ത് തന്നെ അവർ എടുത്തു തരുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ ക്യാമറയിലും കൂടി അത് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നടക്കുകയാണ്. ആ ഉള്ളിൽ എന്തൊക്കെയാണ് ഞാൻ കാണുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എൻട്രി ചെയ്യുമ്പം തന്നെ കാണുന്ന ഒരു എന്താ പറയുക, ഒരു ഹാങ്ങിങ് ആയിട്ടുള്ള സാധനം കേട്ടോ ഇത്. അതാണ് ഞാൻ ഈ കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾക്ക്. ഇതാ ഉള്ളിൽ എൻട്രി ആണ്. അപ്പോൾ അവിടെ ഫാദർ ഓഫ് ദുബായിൻ്റെ ഫോട്ടോവും ഡീറ്റെയിലും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൾഡ് ദുബായ് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു വീഡിയോ ക്ലിപ്സും അവിടുത്തെ ഒരു പഴയ എന്താ പറയുക ട്രഡീഷനും ഒക്കെ ആയിട്ടുള്ള ഒരു എൻട്രി ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിൻ്റെ വീഡിയോ ക്ലിപ്സും ഉണ്ടായിരുന്നു. അവർ യൂസ് ചെയ്ത സാധനങ്ങൾ, പിന്നെ അവിടുത്തെ വീടുകൾ, പണ്ടത്തെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് അവിടെ എൻട്രി ചെയ്ത് ഉടനെ തന്നെ താഴെ ഭാഗത്ത്, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ കാണാൻ പറ്റും കേട്ടോ. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ അവർ മൊത്തം കാണിച്ചിട്ടുള്ളത് പഴയ കാലത്ത് ദുബായ് എങ്ങനെയായിരുന്നു എന്നും പഴയ കാലത്ത് ദുബായിലെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു എന്നും അവിടുത്തെ വീടുകൾ, അവിടുത്തെ പാത്രങ്ങൾ, അവരെങ്ങനെയാണ് കുക്ക് ചെയ്തത്, അവരെങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കിയത്, എങ്ങനെയായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായത് ആ ഒരു മരുഭൂമിയിൽ നിന്നൊക്കെയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് എന്തും തോന്നും, ദുബായ് അല്ലേ, എപ്പോ വേണ്ടിക്കും പോവാലോ വരാലോ, അതിനെന്താ ഇത്രക്ക് എക്സൈറ്റ്മെന്റ് ആകണ്ടേ, എന്താ ഇത്ര പറയാനുള്ളതെന്നൊക്കെ. കാരണം എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം വേറെ ഒന്നല്ല, ഞാനൊരു മിഡിൽ ക്ലാസ് ഗേൾ ആണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. मैं फकीर तेरे गुर्बत का, तुझसे तू मांगू रे, तू श्रृंगार मेरा, तू है माई गया। ശരിക്കും ഇതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ടാണെന്ന് വേണ്ടിയിട്ട് പറയാം കേട്ടോ. കാരണം അങ്ങനെയുള്ള ഒരു ദുബായിൽ നിന്ന് ഇന്ന് കാണുന്ന ഡ്രീം സിറ്റി ആയിട്ടുള്ള ഒരു മാജിക്കൽ വേൾഡാക്കി മാറ്റിയ ദുബായ് ആണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് അവർ എത്ര പെട്ടെന്നാണ് ഹാർഡ് വർക്കിങ്ങിലൂടെ ഇത് എന്താ പറയുക നടത്തിയെടുത്തതെന്നോ കൈവരിച്ചതെന്നോ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അങ്ങനെ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടു തീർത്തതിന് ശേഷം ഇതാ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് മേലേക്ക് പോവാന്ന്. മേലത്തെ വണ്ടർഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള ആ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്ലാസ് ബ്രിഡ്ജ് എന്നാണോ പറയാ, അതോ ഗ്ലാസ് വാൾ അല്ല, ഗ്ലാസ് നിലം അങ്ങനെ വേണ്ടി പറയാം. ദുബായിനെ പറ്റി പറയുമ്പോൾ പണ്ട് കേട്ടൊരു കഥയുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം മേലെ വന്ന് ഇത് കാണുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. എന്താണെന്നറിയോ, ദുബായ് രാജാവ് കണ്ട ഒരു സ്വപ്നമാണ് ഇന്ന് നമ്മൾ കാണുന്ന ദുബായ് എന്നുള്ളത് എന്ന്. അത് സത്യമാട്ടോ. കാരണം താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം മേലെ ഈ ബ്രിഡ്ജിന്റെ മേലോട്ട്, അതായത് ഈ ഗ്ലാസിന്റെ മേലോട്ട് നടക്കുമ്പോൾ ഇത്രയും സേഫും സെക്യൂർഡും ആണെങ്കിൽ കൂടി നമുക്കൊരു കാലുവേറയുണ്ട് കേട്ടോ. കാരണം ഇത്രയും എന്താ പറയാ മോഡേൺ ആയിട്ട് എന്താ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് അറിയോ, ദുബായിൽ വന്നതിന് ശേഷം നമ്മൾ ഫ്യൂച്ചറിൽ വന്നൊരു ഫീലിംഗ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ദുബായിൽ വന്നേരം ഫീൽ ആയത്. വേറെ എവിടെയും ഞാൻ പോകുന്നില്ല, ദുബായിലെ ഫസ്റ്റ് ഡേ ആണ് ഞാൻ വന്നിട്ടുള്ളത്, ദുബായ് ഫ്രെയിമിലാണ്. ഇവിടെ വരുമ്പം തന്നെ ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് ഇങ്ങനെയൊരു ഫീല് വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള ദുബായിലുള്ള എല്ലാ സ്ഥലങ്ങളും കാണാൻ ഞാൻ കുറച്ചും കൂടി എക്സൈറ്റഡ് ആകുക ചെയ്യുന്നത്. കാരണം ഈ ഒരു ഫ്രെയിമിൽ തന്നെ നമുക്ക് അത്രയും അടിപൊളി ഫീലിംഗ് ആട്ടോ. ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താ ഇവിടെ കണ്ടേന്നുള്ളത്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എനിക്ക് ദുബായ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ എന്നാണ് സത്യം പറഞ്ഞാൽ പറയാൻ തോന്നുന്നത്. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്ലാസ് ഏതാന്ന് മനസ്സിലായോ? നമ്മള് ദുബായ് ഫ്രെയിമിലെ ടോപ്പിലുള്ള ഗ്ലാസിന്റെ മേലോട്ട് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടുന്ന് താഴെ കാണുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോ കണ്ടത്. ഈ ദുബായ് ഫ്രെയിമിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞു തരട്ടെ. ഈ വാളിന്റെ ഈ ഗ്ലാസിന്റെ നടുക്ക് നിന്നുകൊണ്ട് തന്നെ ഈ ദുബായ് ഫ്രെയിമിന്റെ ഒരു സൈഡ് നമ്മൾ നോക്കിയാൽ കാണുന്ന പഴയ ദുബായ് സിറ്റിയാണ് കാണുക. അതേസമയം അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ മോഡേൺ സിറ്റിയാണ് കാണുക, ഇപ്പോഴത്തെ ദുബായ് സിറ്റി. ആൻഡ് ഇതിന്റെ നടുക്ക് നിന്ന ഒരു ടൈം മെഷീൻ പോലെ നമ്മൾ പാസ്റ്റിലും പ്രസന്റിലും ജീവിക്കുന്ന പോലെ ഒരു ഫീൽ അത് ഒന്ന്.
അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എന്താ പറയാ ദുബായ് ഫ്രെയിമിന്റെ ഒരു സ്റ്റോറി കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ലാൻഡ് മാർക്ക് മാത്രമല്ല, ഒരു ടൈം മെഷീൻ പോലെയാണ് എനിക്കും കൂടി ഫീൽ ആയിട്ടുള്ളത്. ഈ കാണുന്ന മെഷീൻ എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ അവിടെ പോയ ഒരു മെമ്മറിക്ക് നമുക്ക് അവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള ദുബായ് ഫ്രെയിമിന്റെ ഒരു കോയിൻ അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിന് 5 10 AD ആയിട്ടാണ്. അപ്പൊ ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു ദുബായ് ഫ്രെയിമിന്റെ കോയിൻ ആണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടുന്ന് അത് പർച്ചേസ് ചെയ്ത്, അതായത് നമ്മൾ അവിടുന്ന് ആ മെഷീൻ വഴി ഈ ഒരു കോയിൻ വാങ്ങിയിട്ടുണ്ട്, കാരണം ഒരു ദുബായ് മെമ്മറിക്ക് വേണ്ടിയിട്ട്. അടിപൊളിയാട്ടോ. ആദ്യത്തെ കുറച്ച് നേരം എന്റെ 2 മക്കളും ഈ ഗ്ലാസിന്റെ മേലോട്ട് നടക്കാൻ ഭയങ്കര സ്കാരി ആയിട്ട് പേടിയായിട്ട് നടക്കുന്നുണ്ടായില്ല. പിന്നെ ഞാനൊരു 5-6 പ്രാവശ്യം നടന്ന് വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടതിന് ശേഷമാണ് രണ്ടാളും നടക്കാനും ഇരിക്കാനും ഒക്കെ തുടങ്ങിയത് കേട്ടോ. आएगा पल ये फिर कहाँ मैं तो तेरे नाल ही ഇത് ഒരു കോയിൻ മെഷീൻ ആണ്. പക്ഷെ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പ്രസ് ചെയ്ത് അത് ഫ്ലാറ്റ് ആക്കി എടുക്കണ്ട. ഒരു ഓവൽ ഷേപ്പിലാണ് നമ്മൾ ഇത് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഈ ടേൺ ചെയ്തിട്ട് കണ്ടോ, ഈ ഇതുപോലെ തിരിച്ചിട്ട് അത് പ്രസ് ചെയ്ത് ആക്കി എടുക്കുക ചെയ്യാം. ഇതൊരു ദുബായ് മെമ്മറിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രീ ഒന്നും അല്ല, 15 AD ആട്ടോ ഉണ്ടായത്. നേരത്തെ ഇതിനും 15 തന്നെയായിരുന്നു. ഞാൻ നേരത്തെ 5 10 എന്നാ പറഞ്ഞിട്ടുണ്ടായത്. ഇതും അടിപൊളിയായിരുന്നു. അടിപൊളി ലുക്ക് അല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഒരു ദുബായ് മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇരിക്കട്ടെ, ഇതൊക്കെ ഒരു എന്താ പറയാ ഒരു മെമ്മറി അല്ലേ. तेरे सबके को आज I feel like അങ്ങനെ ദുബായ് ഫ്രെയിമിന്റെ താഴത്തെ കാഴ്ചകളും മേലത്തെ കാഴ്ചകളും ഒക്കെ എന്താ പറയാ മനസ്സും കണ്ണും ഒക്കെ നിറയെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. മസ്റ്റ് വിസിറ്റഡ് പ്ലേസ് തന്നെയാണ് ദുബായിലുള്ളത്. ദുബായിൽ വന്നാൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ദുബായ് ഫ്രെയിം. ആൻഡ് അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റിയതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷവും ഭാഗ്യവും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാ ഇനി നമ്മൾ താഴേക്ക് പോവാണ്. मेरी मेरी है तुझको ही मैं चाहूं दोनों ने रोना അങ്ങനെ താഴേക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്ന ഫ്യൂച്ചർ ദുബായ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് അവർ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കിംഗിലാണ് കേട്ടോ അവര്. അതിന്റെ ഒരു വിഷ്വൽ ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഭംഗിയുള്ള കാഴ്ചയും കണ്ടതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രസന്റ് ഫ്യൂച്ചർ കേട്ടോ. വേറെ ലെവല് തന്നെയാണ് കേട്ടോ. ആ ഒരു സ്ക്രീനിൽ നമ്മൾ കണ്ട കാഴ്ച നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. അത്രയും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. ഇതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫ്യൂച്ചർ ദുബായ്. വാവ്, ഇപ്പോഴേ അതൊരു ഡ്രീം ലാൻഡ് ആണ്, ഒരു മാജിക് സിറ്റി. അപ്പൊ ഇനി ഇങ്ങനെയും കൂടിയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കും. വാവ്, ഒരു എന്താ പറയാ 10-20 കൊല്ലം കൊണ്ട് തന്നെ വീണ്ടും ദുബായ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതിനു വേണ്ടിയുള്ള പ്ലാനിങ്ങളൊക്കെ അവർ ഇപ്പോഴേ തീർത്തു കഴിഞ്ഞു, എങ്ങനെയായിരിക്കണം എന്നുള്ളത്. कन्ना दे विच पिपल पट्टी ദുബായ് ഫ്രെയിമിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ആ ഫ്രെയിമിൻ്റെ അകത്ത് നമ്മൾ ആദ്യം കയറിപ്പാട് നമുക്ക് കാണാൻ പറ്റുന്നത് പാസ്റ്റ് ആയിരുന്നു. ദുബായിലെ പാസ്റ്റ് എങ്ങനെയായിരുന്നു എന്നാണ്. അവിടെ നിന്ന് നമ്മൾ മേലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടൈം മെഷീനിൽ നിൽക്കുന്ന പോലെ ഒരു ഫീലാണ്. അതായത് നമുക്ക് പഴയ ദുബായ് സിറ്റിയും കാണാം, അതിൻ്റെ കൂടെ തന്നെ പുതിയ ദുബായ് സിറ്റിയും കാണാം. രണ്ട് സൈഡ് കൂടി, ഒന്ന് നോർത്തിലായിട്ടും ഒന്ന് ഓപ്പോസിറ്റ് സൈഡായിട്ടും നമുക്ക് കാണാൻ പറ്റും. മിഡിലിൽ നിന്ന് കഴിഞ്ഞാൽ, അതായത് ആ ഗ്ലാസിൻ്റെ മിഡിലിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പഴയതിൻ്റെയും പുതിയതിൻ്റെയും നടുക്ക് നിൽക്കുന്ന ഒരു ഫീലാകാം. ആ കാഴ്ചകളൊക്കെ കണ്ട് താഴെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാട്ടോ ഇത്. അതായത് ഫ്യൂച്ചർ, നമ്മൾ ഫ്യൂച്ചറിൽ ജീവിക്കുന്ന പോലെ ഒരു ഫീലാണ് അവർ ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി ദുബായ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ആക്ച്വലി ഇതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എൻ്റെ ലൈഫിൽ ഇതൊരിക്കലും കരുതിയ ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് സംഭവിച്ചതിൽ എനിക്ക് വളരെ ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു കാര്യം, അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയതും അതിൻ്റെ ഉള്ളിൽ കണ്ട കാഴ്ചകളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലത്തെ ദുബായ് വിശേഷങ്ങളായിട്ടുള്ള നിറയെ വീഡിയോസ് വരാനുണ്ട് കേട്ടോ. അതിനു വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോഴേ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു നല്ല ദുബായ് വിശേഷങ്ങളുമായിട്ട്, ദുബായ് വീഡിയോ ആയിട്ട്
കാണുന്നവരെ ടാറ്റ ബൈ ബൈ പറയുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പൊ താഴെ എത്തിയപ്പോ ഇതാ നമ്മൾ നേരത്തെ ഫസ്റ്റ് കേരിയപ്പാട് എടുത്ത ഫോട്ടോ ഇല്ല, അത് അവർ ഫ്രെയിം ചെയ്തിട്ട് നമുക്കൊരു ആൽബം പോലെയും ഒരു ഫോട്ടോ ഫ്രെയിം പോലെയും ആക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടിക്ക് അത് പർച്ചേസ് ചെയ്യുക, പൈസ കൊടുത്തിട്ടാണ്, ഫ്രീ ആയിട്ടല്ല, പർച്ചേസ് ചെയ്യുക. അതിനുശേഷം അവിടെ ഒരു ഷോപ്പിംഗിനുള്ളൊരു ചെറിയൊരു ഷോപ്പ് പോലെയും ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് നമുക്ക് ദുബായ് മെമ്മറീസ് എന്തെങ്കിലും വേണ്ടിക്ക് ഇതേപോലെ ഷോപ്പ് ചെയ്യാനും പറ്റും. അതിനുശേഷമാണ് നമ്മൾ ഇതാ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ദുബായ് ഫ്രെയിമിന്റെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു നല്ല ദുബായ് വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ബൈ ബൈ.